പാർലമെന്റിന്റെ ചരിത്രത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും കടുത്ത വാഗ്വാദങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര ബഡ്ജറ്റിനെയും ഇന്ത്യ-US വ്യാപാര കരാറിനെയും കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ പ്രസംഗവും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ്. എന്നാൽ ഇത്തവണ കേന്ദ്ര ബഡ്ജറ്റിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ കേവലം സാമ്പത്തിക വിമർശനങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഡേറ്റ സുരക്ഷയും മുൻനിർത്തിയുള്ള വലിയൊരു നയതന്ത്ര പോരാട്ടമായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഇന്ത്യയെ അടിയറവ് വെച്ചുവെന്നും ഭാരതമാതാവിനെ വിറ്റുവെന്നുമുള്ള രാഹുലിന്റെ പരാമർശം പാർലമെന്റിനെ ഇളക്കിമറിച്ചു. ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിനെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികളെ ബഡ്ജറ്റ് അഭിസംബോധന ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോകം 4ാം വ്യവസായ വിപ്ലവത്തിലേക്ക് കടക്കുമ്പോൾ IT മേഖലയിൽ സൃഷ്ടിക്കാൻ പോകുന്ന തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് ബഡ്ജറ്റിൽ ഒരു പരാമർശവുമില്ല. ഇന്ത്യയുടെ കരുത്തായ സർവീസ് സെക്ടർ നേരിടുന്ന ഈ വലിയ വെല്ലുവിളിയെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവ് നേരിടുമ്പോഴും ഊർജ്ജ പ്രതിസന്ധിയും സാമ്പത്തിക അസ്ഥിരതയും പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതി ബഡ്ജറ്റിലില്ല. മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്നോ അയൽ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക മത്സരം എങ്ങനെ നേരിടുമെന്നോ ബഡ്ജറ്റ് വ്യക്തമാക്കുന്നില്ല. സാധാരണ ബഡ്ജറ്റുകൾ പോലെ അക്കൗണ്ടുകൾ നിരത്തുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്ന് രാഹുലിന്റെ വിമർശനം. പ്രസംഗത്തിന്റെ ഭൂരിഭാഗവും രാഹുൽ ഗാന്ധി കേന്ദ്രീകരിച്ചത് അമേരിക്കയുമായി പുതുതായി ഒപ്പിട്ട വ്യാപാര കരാറിന്മേലാണ്. ഈ കരാർ ഇന്ത്യയുടെ ഭാവി അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയ്ക്ക് ലോകത്തെ 1ാം നമ്പർ സൂപ്പർ പവറായി തുടരണമെങ്കിൽ ഇന്ത്യയുടെ 140 കോടി ജനങ്ങളുടെ ഡേറ്റ ആവശ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിക്കാൻ ഈ ഡേറ്റ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്തിനെ അമേരിക്കയുടെ മുൻപിൽ വെറുതെ അടിയറവ് വെച്ചുവെന്നാണ് രാഹുൽ ആരോപിച്ചത്. നിങ്ങൾ ഇന്ത്യയെ വിറ്റു, നമ്മുടെ അമ്മയാണ്, ഭാരത മാതാവിനെയാണ് നിങ്ങൾ വിറ്റത്. ഇതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന് രാഹുൽ ചോദിച്ചപ്പോൾ ഭരണപക്ഷം ഒന്നടങ്കം ബഹളം വെച്ചു. ട്രംപിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ താൽപര്യങ്ങൾ ബലി കഴിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. US കരാർ പ്രകാരം ഇന്ത്യയിലെ നികുതികൾ 3% നിന്ന് 18% ഉയർന്നിരുന്നു. അതേസമയം അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവകൾ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായതുമില്ല. ട്രംപ് മോദി സർക്കാരിനെ വിഡ്ഢികളാക്കിയെന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. ഇന്ത്യയെ പാകിസ്ഥാനോടല്ല, മറിച്ച് അമേരിക്കയോട് തുല്യമായി കണ്ടാണ് സർക്കാർ സംസാരിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. ഇന്ത്യ സഖ്യമാണ് ട്രംപുമായി ഡീൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഡോളറിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഉപകരണം ഇന്ത്യൻ ഡേറ്റ ആണെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയേനെ. ഡേറ്റ വേണമെങ്കിൽ ഞങ്ങളെ തുല്യരായി കണ്ട് സംസാരിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. കൂടാതെ ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞേനെ, രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അമേരിക്കൻ കോർപ്പറേറ്റുകളെ സഹായിക്കാനായി ഇന്ത്യൻ കർഷകരെ സർക്കാർ ചതിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വ്യക്തിപരമായ പരാമർശങ്ങളും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രധാനമന്ത്രിയുടെ കണ്ണിൽ ഞാൻ ഭയം കാണുന്നു, അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്, രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. അമേരിക്കയിലെ വിവാദമായ ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ 3 ദശലക്ഷം ഫയലുകൾ ഇപ്പോഴും ലോക്കാണെന്നും അതിൽ പല രഹസ്യങ്ങൾ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു. അമേരിക്ക ഈ ഫയലുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ ഭരണകൂടത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് രാഹുലിന്റെ പരാമർശം ഉയർത്തുന്നത്. പ്രസംഗത്തിന്റെ അവസാന ഘട്ടത്തിൽ അദാനിക്കെതിരായ അമേരിക്കയിലെ കൈക്കൂലി കേസ് ഉന്നയിക്കാൻ രാഹുൽ ശ്രമിച്ചത് സഭയെ സംഘർഷഭരിതമാക്കി. അദാനി ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്നാൽ തെളിവുകളില്ലാതെ സഭയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ ഓം ബിർള കർശനമായി പറഞ്ഞു. കേന്ദ്രമന്ത്രി രാഹുലിനെതിരെ രംഗത്തെത്തി. രാഹുൽ ഗാന്ധി രാജ്യത്തെ അപമാനിക്കുകയാണെന്നും തെളിവുകളില്ലാതെ ആരോപണങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി ഉയർത്തിയ ഏറ്റവും ഗൗരവകരമായ പോയിന്റ് ഡേറ്റ പരമാധികാരം എന്നതായിരുന്നു. ആധുനിക കാലത്ത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് അവിടുത്തെ ജനങ്ങളുടെ വിവരങ്ങളാണ്. ഇത് വിദേശ കമ്പനികൾക്ക് യഥേഷ്ടം ലഭ്യമാകുന്നത് വഴി ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാനുള്ള അധികാരം വിദേശ രാജ്യങ്ങളിലേക്ക് കൈമാറപ്പെടും. ഈ കരാറിലൂടെ ഇന്ത്യയുടെ ഡിജിറ്റൽ കോളനിവൽക്കരണത്തിനാണ് സർക്കാർ വഴിയൊരുക്കുന്നതെന്ന് രാഹുലിന്റെ വിമർശനം ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വരാനിരിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്തും. US കരാറിലെ അപാകതകൾ ഉയർത്തിക്കാട്ടി ഭരണവിരുദ്ധ വികാരം ഉണർത്താൻ പ്രതിപക്ഷത്തിന് ഈ പ്രസംഗം ഊർജ്ജം നൽകും. രാഹുലിന്റെ ആരോപണങ്ങളെ വെറും രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന് വിശേഷിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. എങ്കിലും ഡേറ്റ സുരക്ഷയും നികുതി വർധനവിനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടി നൽകേണ്ടി വരും. പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിപക്ഷത്തിന് കരുത്താണ് കാട്ടിത്തരുന്നത്. ബഡ്ജറ്റിലെ അക്കക്കണക്കുകൾക്കപ്പുറം രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരത്തെയും ബാധിക്കുന്ന നയതന്ത്ര വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭാരത മാതാവിനെ വിറ്റുവെന്ന കടുത്ത പ്രയോഗം വൈകാരികമായ ഒരു തരംഗം സൃഷ്ടിക്കുമ്പോൾ US കരാറിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഗൗരവകരമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യ ഒരു സൂപ്പർ പവറായി വളരാൻ ആഗ്രഹിക്കുമ്പോൾ സ്വന്തം ജനതയുടെ ഡേറ്റയും കർഷകരുടെ താൽപര്യങ്ങളും പണയം വെച്ചുകൊണ്ടുള്ള കരാറുകൾ രാജ്യത്തിന് എത്രത്തോളം ഗുണകരമാകുമെന്ന് വരും കാലം തെളിയിക്കും.